ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ എല്ലാ ശ്രോതാക്കളെയും ആലപ്പുഴ, പത്തനംതിട്ട സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സെക്ഷൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. കുറച്ച് നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോഷുവയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ള പാഠമെന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ പിൻഗാമികൾ. നമ്മുടെ മനപ്പാഠവാക്യത്തിലേക്ക് നമുക്കൊന്ന് കയറാം. അതിനു മുൻപായിട്ട് ഞാനൊരു പ്രത്യേക അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. ഈ പാഠം ശ്രവിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് അഭിപ്രായം എഴുതി അറിയിക്കുന്നവർ, കമൻറ്റ് ചെയ്യുന്നവർ, നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്യുന്ന 3 വ്യക്തികൾക്ക് ഞങ്ങൾ സമ്മാനം നൽകുന്നതായിരിക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ പാഠം കേട്ടതിന് ശേഷം ഈ പാഠത്തെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം നൽകുന്നവർക്ക് ഞങ്ങൾ ഒരു സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യാശയുടെ തടവുകാർ. വാഗ്ദാനങ്ങളുടെ പിൻഗാമികൾ, പ്രത്യാശയുടെ തടവുകാർ. ഇതിന് മണിപ്പാഠവാക്യം: പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കും. ഒരിക്കൽ കൂടി: പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്നും ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കും. ഇത് ദൈവം പ്രസ്താവിക്കുന്നതായ ഒരു പ്രസ്താവനയാണ്. തൻ്റെ ബദ്ധന്മാരോട്. ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും മലയാളത്തിൻ്റെ പരിഭാഷ ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ തടവുകാർ. ഇനിയും എങ്ങനെയുള്ള ബദ്ധന്മാരാണ്? പ്രത്യാശയുടെ ബദ്ധന്മാർ. അവിടെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ പ്രത്യേകത. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക്, ഇവിടെ പറയുമ്പോൾ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ എന്നാണ്. കോട്ട എന്ന് പറയുമ്പോൾ അത് സങ്കേതമാണ്. എ പ്ലേസ് ഓഫ് റെഫ്യൂജ്. സങ്കേതം. നമ്മുടെ സങ്കേതം ദൈവമാകുന്നു. അപ്പോൾ നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകുമെന്നും ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കും. നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയായിരിക്കും എന്നാണ് ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. ഈ മനപ്പാഠവാക്യത്തിൽ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ജനറൽ കോൾ. എല്ലാവർക്കുമുള്ള ഒരു ആഹ്വാനമാണ്, ഒരു ആഹ്വാനം. ഇനി അതിൻ്റെ 2ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഇറ്റ്സ് പേഴ്സണൽ. കം ടു മീ, കം ടുഡേ ആൻഡ് ഐ വിൽ ഗിവ് യു ഡബിൾ. ഇതാണ് ദൈവം പറയുന്നത്. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വരുന്ന ഓരോ വ്യക്തിയോടും പറയുകയാണ്, നിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് ഇരട്ടിയായി ലഭിക്കും എന്ന്. നാം ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രത്യേകിച്ചും യോശുവയുടെ പുസ്തകം 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ, ഈ 21 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് മേ ബി ഇറവലൻറ്റ്. പക്ഷേ ഇവിടെ ദൈവം 2 കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? ഒന്ന്, വാഗ്ദത്ത നാടിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ അറിവിനെക്കുറിച്ച്.
വാഗ്ദത്ത നാടിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ അറിവ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് നോട്ട് വെർച്വൽ. അത് എന്താണ്? റിയാലിറ്റി, യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ ഇതുവരെ അവർ നാടോടികളായിരുന്നു. അവർക്ക് സ്വന്തമായി ദേശമില്ല. അവർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നാടോടികളായ ഇസ്രായേൽ മക്കൾക്ക് സ്വന്തമായി ദൈവം അവർക്ക് ഭൂമിയും രാജ്യവും നൽകുകയാണ്. ഇതെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം തൻ്റെ അവരുടെ പൂർവ്വ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായ ദേശമാണ്. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടുമൊക്കെ വാഗ്ദത്തം ചെയ്തതായ അവരുടെ ഭൂമി അവർക്കിപ്പോൾ സ്വന്തമാക്കുവാൻ പോവുകയാണ്. അതിനായിട്ട് ദൈവം അവരെ വിളിക്കുകയാണ്, നടത്തുകയാണ്. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഏദനും കനാനും. ഏദനും കനാനും, ഈഡൻ ആൻഡ് കാനൻ. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അതിനെ വേല ചെയ്യാനും കാപ്പാനും ആക്കി. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപായി ദൈവം അവർക്ക് വേണ്ടി ഒരു ആവാസ കേന്ദ്രം ഉണ്ടാക്കി. ഭൂമി മുഴുക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ദൈവം ഉണ്ടാക്കുകയാണ്. അതാണ് ഈഡൻ, ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരെ അവിടെ ആക്കിയിട്ട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അതിനെ വേല ചെയ്യാനും കാപ്പാനും. 2 ഡ്യൂട്ടിയാണ് അവർക്ക് കൊടുത്തത്. അവരവിടെ വെറുതെ സുഖിച്ച് നടക്കാനല്ലായിരുന്നു, പിന്നെയോ വേല ചെയ്യുക, 2 അതിനെ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ അവർക്കായിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട്, ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എഴുതി കൊടുക്കുകയല്ലായിരുന്നു. പിന്നെയോ അവിടെ വസിക്കുവാൻ വേണ്ടി മാത്രം ദൈവം അവരെ അവിടെയാക്കി. അങ്ങനെ വസിക്കുന്നിടത്തോളം കാലം അവർ എന്ത് ചെയ്യണം? അവർ തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം സൂക്ഷിക്കണം. ഇങ്ങനെ 2 ഡ്യൂട്ടിയാണ് ദൈവം അവർക്ക് കൊടുത്തത്. ആ ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അത് മനോഹരമാണ്, അത് പൂർണ്ണതയുള്ളതാണ്. മനോഹരവും പൂർണ്ണതയും ഉള്ളതാണ് എന്നുള്ളതാണ് നാം കാണുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നത് എങ്ങനെയുള്ളതാണ്? മനോഹരമാണ്, നല്ലതാണ്. മാത്രമല്ല അത് പൂർണ്ണതയുള്ളതായിരിക്കും. ഗാർഡൻ ഓഫ് ഈഡൻ, അതിനെക്കുറിച്ച് ആർക്കും ഒരു കുറ്റം പറയാനൊക്കില്ലായിരുന്നു. അത്രയ്ക്ക് പൂർണ്ണമായിട്ടുള്ളതായിരുന്നു ഗാർഡൻ ഓഫ് ഈഡൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകുന്നതായ നന്മകൾ അതെപ്പോഴും പൂർണ്ണമുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഏദൻ തോട്ടത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ പഠന കേന്ദ്രമായിരുന്നു അത്, അവരുടെ ആവാസ കേന്ദ്രം, അവർ ജീവിക്കുന്നതായ സ്ഥലം, പിന്നെ അവർക്ക് പഠിക്കുവാനുള്ളതായ ഒരു കേന്ദ്രം, അല്ലെ സ്കൂളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെന്താണ് അവിടെ പഠിക്കുന്നത്? എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്നതായ കേന്ദ്രം. അങ്ങനെ മനോഹരവും പൂർണ്ണവുമായ ഒരു അവസ്ഥയിലാണ്, ഒരു സ്ഥലത്താണ് ദൈവം അവരെ ആക്കിയത്. എന്നാൽ
ഈ ആവാസ കേന്ദ്രത്തെ അല്ലെങ്കിൽ ഈ ഏദൻ തോട്ടത്തെ അവർ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏദൻ തോട്ടത്തെയല്ല, പിന്നെയോ അവർ അവിടെ പാപം കൊണ്ടുവരികയും സ്വയം അവരെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. അതോടുകൂടി അവരുടെ വാസസ്ഥലം നഷ്ടമാകുന്നു, സമ്പൽ സമൃദ്ധി നഷ്ടമാകുന്നു, അവരുടെ സുരക്ഷാ കേന്ദ്രം നഷ്ടമാകുന്നു, ദൈവവുമായുള്ള അവരുടെ ബന്ധവും നഷ്ടമാകും. നോക്കുക, എത്ര വലിയ നഷ്ടങ്ങളാണ് അവർക്ക് ഉണ്ടായത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. സകലതും ദൈവം അവർക്കൊരുക്കിയതായ സകലതും അവിടെ വച്ച് ഇല്ലാതാകുകയാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നഷ്ടപ്പെടലിൻ്റെ ദുഃഖം അവർ മനസ്സിലാക്കുന്നത്. കവി മുരുകൻ ഒരു കവിതയിൽ 2 വരികൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. എന്താണെന്നറിയാമോ? നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, സഹോദരിമാരാകാം, നമ്മുടെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മുടെ സമ്പൽ സമൃദ്ധി എല്ലാമാകാം. നഷ്ടപ്പെടുന്നത് വരെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, ദൈവം നൽകുന്നതിൻ്റെ മൂല്യത്തെ നാം എപ്പോഴും തിരിച്ചറിയണം. ദൈവം എപ്പോഴും നമുക്ക് നൽകുന്നത് മനോഹരമായിട്ടുള്ളതാണ്. കാരണം എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. നമുക്ക് ലഭിക്കുന്നതായ നന്മ അത് മനോഹരമായിരിക്കാം, അതെന്നെന്നും നമുക്ക് സന്തോഷവും നൽകുന്ന ഒന്നായിരിക്കും. ഇതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിനോടൊരു വാഗ്ദത്ത നാടിനെക്കുറിച്ച് ദൈവം പറയും. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ തലപൊക്കി നോക്കുക, നീ കാണുന്ന ദേശമെല്ലാം ഞാൻ നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായി തരും. നോക്കുക, നഷ്ടപ്പെട്ട ഏദൻ തോട്ടം, അത് കഴിഞ്ഞവർക്ക് അവരുടേതായെന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യം ഇല്ലായിരുന്നു. അവരെപ്പോഴും നാടോടികളായിരുന്നു. അങ്ങനെ നാടോടികളായ അവരോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്കും നിൻ്റെ സന്തതികൾക്കും ഈ ദേശമെല്ലാം അവകാശമായി നൽകും എന്നാണ് ദൈവം പറയും. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു. പിന്നെ അതിനുശേഷം ഇസഹാക്കിന് ആ വാഗ്ദത്തം കൊടുത്തു. ഇസഹാക്കിനോട് ദൈവം പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിനക്ക് ഈ ദേശം തരും, നിനക്ക് ഈ ദേശം തരും. ഇത് യാക്കോബിനോട് പറയുന്നു. അങ്ങനെ സന്തതി പരമ്പരകളോട് ദൈവം ഈ വാഗ്ദത്തത്തെക്കുറിച്ച് അരുളി ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ആ സമയത്ത് അവർക്കത് ലഭ്യമായില്ല എന്നുള്ളതാണ്. ദൈവം അരുളി ചെയ്തതായ ആ സമയത്ത് അവർക്ക് അത് ലഭ്യമായില്ല. അവരെന്ത് ചെയ്യണമായിരുന്നു? അവർ ക്ഷമയോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നോക്കി നിൽക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടിയിരുന്നു. ഇന്ന് പലരും പഠിപ്പിക്കുകയും പലരും പറയും പോലെയല്ല, ഇപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകും, ഉടനെ അല്ല, അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നാം കാത്തിരുന്ന് പ്രാപിക്കണം. അല്ല, ദൈവം പെട്ടെന്ന് നമുക്ക് ഇതാ എന്നും പറഞ്ഞുകൊണ്ട് നൽകുകയല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം ചെയ്യും തീർച്ചയായും. പക്ഷേ വാഗ്ദത്തങ്ങളെ നാം കാത്തിരുന്ന് ക്ഷമയോടുകൂടി പ്രാപിക്കണം എന്നുള്ളതാണ് നാം ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. നമുക്ക് 2-ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ദേശം ഒരു ദാനമായി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്നു. മോശയോട് പറയുകയാണ്, എവിടെ? കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ,
മുതലായവർ വസിക്കുന്നതായ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും അല്ലെങ്കിൽ നിന്റെ വംശ പരമ്പരകൾക്ക് നൽകും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ അരുളി ചെയ്യുന്നത്? കാരണം ദേശമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് അത് ദൈവത്തിനുള്ളതാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അന്യരും പരദേശികളുമായിരുന്നു. അവർ അന്യരും പരദേശികളും വന്നു പാർക്കുന്നവരുമായിരുന്നു. അങ്ങനെയുള്ളവരോടാണ് ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് തരും. അപ്പോൾ ഇസ്രായേലും ദൈവവുമുള്ള ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ ദൈവം അവർക്ക് നൽകുന്നതായ അവകാശവും അനുഗ്രഹവുമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ദൈവം അവരോട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ ഭൂമിയെ അല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് സ്ഥലം നൽകും എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൗതിക അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തെ കാണിക്കുന്നത് സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മുടേതായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ബൗണ്ടറീസ്, ലാൻഡ് ഈസ് ദെയർ. വിത്തൗട്ട് ദാറ്റ് ദർ ഈസ് നോ കൺട്രി. രാജ്യമില്ലാതെ സ്ഥലമില്ലാതെ ഒരു രാജ്യവും നിലനിൽക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഒൺലി നാഷണാലിറ്റി, ദേശീയത മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് അതുവരെ ഉണ്ടായിരുന്നത് ദേശീയതയാണ്, അവർക്ക് രാജ്യമില്ല എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഭൗതിക രാജ്യം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദേശീയത മാത്രമല്ല, അവർക്ക് ഭൗതിക രാജ്യം. ഒരു രാജ്യത്തിന് ഭൂമി വേണം, അതിർത്തി വേണം, സർക്കാർ വേണം. അപ്പോൾ ഇതൊക്കെ ദൈവം അവർക്ക് കൊടുത്ത് അവരുടെ ഐഡൻറ്റിറ്റി അത് നിലനിർത്തുവാൻ വേണ്ടി ദൈവം ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനായിട്ടാണ് ദൈവം അവർക്ക് ഈ രാജ്യത്തെ, സ്ഥലത്തെ കൊടുക്കുന്നത് എന്ന് നാം കാണും. നമ്മൾ അറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരുന്നത് 1948 1948 എന്ന വർഷമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം നിലവിൽ അന്ന് UNO രൂപീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ സഹിതം അതിനെ എതിർത്തിരുന്നു. കാരണം ഒരു ദേശീയത, ഒരു വംശത്തിൻ്റെ പേരിൽ ഒരു രാജ്യമുണ്ടാക്കുവാൻ പാടില്ല എന്നുള്ളതായി. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു, മറിച്ചായിരുന്നു. എല്ലാ രാജ്യങ്ങളും എതിർത്തുവെങ്കിലും 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായി എന്ന് നാം തിരിച്ചറിയും. അപ്പം ദൈവം പണ്ടേ അവരോട് വാഗ്ദാനം ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്ത നാടിനെ നൽകും. ദൈവം അവർക്ക് വാഗ്ദത്ത നാടിനെ കൊടുത്തു. പക്ഷേ വീണ്ടും അവിടുന്ന് അവർ അടിമകളായി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ചരിത്രങ്ങളൊക്കെ നാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒന്നാണ് അവർ മിസ്രൈമിലേക്ക് പോയത്, അവിടെ അടിമകളായത്. ആ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്കവിടെ അവകാശം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ തിരികെ വരികയും ദൈവം അവർക്ക് വാഗ്ദത്ത നാടിനെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ദേശം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തത് ഒന്ന് ദൈവത്തെക്കുറിച്ച് ഓർക്കുവാനാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുവാൻ, അവനവൻ്റെ ഭവനത്തിൽ വസിക്കുമ്പോൾ, അവൻ്റെ രാജ്യത്തിൽ വസിക്കുമ്പോൾ ഇത് ദൈവം എനിക്ക് നൽകിയതാണ് എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവർ നൈൽ നദിയുടെ തീരങ്ങളിൽ വസിക്കുമ്പോൾ അത് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു നാടായിരുന്നു. അവിടെ അധ്വാനിച്ചു. അവർ തിരികെ അവരുടെ വാഗ്ദത്ത നാടിലേക്ക് വരുമ്പോൾ അവർ കായികമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അധ്വാനിച്ച് അവർ ആ നാടിനെ
പാലും തേനും ഒഴുകുന്ന ഒരു നാടാക്കി മാറ്റേണ്ടിയിരുന്നു. ഇവിടെ ഓർക്കുക, ദൈവം തൻ്റെ ജനത്തെ അധ്വാനിക്കുവാൻ വേണ്ടിയൂടെയാണ് വിളിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നാം അത് കണ്ടു. ഏദൻ തോട്ടത്തെ കാപ്പാനും വേല ചെയ്യാനുമാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അധ്വാനിക്കേണ്ടിയവരാണ്. ദൈവം നമുക്ക് നൽകിയതായ നന്മയെ ആസ്വദിച്ചുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതായ വ്യക്തികളാകുന്നു. അത് ഭൗതിക ജീവിതത്തിലും. അല്ലാതെ പലരും പഠിപ്പിക്കുന്നത് പോലെ നീ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം എല്ലാം നിനക്ക് തരും എന്ന് പറയുന്ന ആ പഠനം തെറ്റാണ്. ദൈവം നമുക്ക് അധ്വാനിക്കുവാനുള്ള ആരോഗ്യത്തെ നൽകിയിട്ടുണ്ട്. ആ ആരോഗ്യവും ആ ബുദ്ധിയും ഉപയോഗിച്ച് നാം അധ്വാനിക്കുകയും നമ്മുടെ ജീവിതത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഭൂമിക്ക് വേണ്ടിയുള്ള വെല്ലുവിളി. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ഉള്ള ഭാഗത്ത് ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഇത്രനാൾ അധ്വാനിച്ചു, നീ വൃദ്ധനായിരിക്കുന്നു, അതുകൊണ്ട് ഇനിയുമുള്ള ദേശം അത് പിടിച്ചെടുത്ത് ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക. അങ്ങനെ ദൈവം അവരോട് യോശുവയോട് പറയുകയാണ്, എവിടേക്കാണ്? നീ ഫെലിസ്ത്യ ദേശം, കനാന്യദേശം, ലെബനോൻ, പിന്നെ എക്രോൻ മുതലായ ആ ദേശങ്ങൾ, ഒരു നീണ്ട ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ദേശങ്ങളൊക്കെയും നീ കൈവശമാക്കി ആർക്ക് കൊടുക്കണം? മനശ്ശെയുടെ പകുതി ഗോത്രത്തിനും ബാക്കി ഭൂമി ലഭിക്കാത്തതായ മറ്റുള്ള ഗോത്രങ്ങൾക്കും വീതിച്ചു കൊടുക്കണം എന്ന് പറയും. ഇവിടെ അവർ ആ ദേശം പിടിച്ചടക്കണം. മിസ്രൈമിൽ അവർ അടിമകളായിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യുകയോ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അറിയുകയോ അസാധ്യമായിരുന്നു. ഈ ദൈവം പറഞ്ഞു കൊടുത്തതായ ഈ പട്ടണങ്ങളൊക്കെ കോട്ട കെട്ടിയ പട്ടണങ്ങളായിരുന്നു. അതിനെ പിടിച്ചടക്കുക എന്ന് പറയുന്നത് ശ്രമകരവുമായിരുന്നു. എന്നാൽ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ഇത് കീഴടക്കണം. അതായത് മിസ്രൈമിൽ അടിമകളായി കിടന്നിരുന്ന അടിമകൾ ഇവിടെ രാജ്യം കീഴടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അവരുടെ മിടുക്ക് കൊണ്ടല്ല. പിന്നെയോ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലം കീഴടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുവാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ദൈവം അവർക്ക് നേരത്തെ ദൈവം തന്നെ യുദ്ധം ചെയ്തു. കടന്നലുകളെ അയച്ചായാലും ശരി, ശബ്ദഘോഷത്തോടെ എരിഹോവിൻ്റെ മതിലുകൾ താനേ വീണായാലും ശരി, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവർ അടിമ സ്വഭാവത്തിൽ നിന്ന് വന്നതേയുള്ളായിരുന്നു. ഇപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നീ നിൻ്റെ കായിക ശക്തി അങ്ങനെ ഈ ദേശത്തെ കീഴടക്കുക എന്ന് ദൈവം അവരോട് പറയും. അങ്ങനെ അവർ ബാക്കി ഭാഗം കീഴടക്കുവാൻ വേണ്ടി പോകും. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങളെ നാം വേണ്ട വിധം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ദൈവം നമുക്ക് സാഹചര്യങ്ങളെ ഒരുക്കി നൽകുന്നു. ആ സാഹചര്യങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അല്ലാതെ ദൈവം എല്ലാം എനിക്ക് വേണ്ടി അങ്ങ് ചെയ്തു തരും, ദൈവം അത് ചെയ്തു തരണം, ദൈവം ഇത് ചെയ്തു തരണം എന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് അല്ലെ അങ്ങനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതം പരാജയമായിരിക്കും. അധ്വാനിക്കുവാനുള്ള കഴിവിനെ, ആരോഗ്യത്തെ, ബുദ്ധിയെ, ശക്തിയെ, ജ്ഞാനത്തെ ഇത് വേണ്ടുവോളം ദൈവം നിനക്ക് നൽകും. അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും ഇവിടെ ഭൂമി ദൈവം അവർക്ക് സമ്മാനമായി നൽകുകയാണ്. ഭൂമി അവർക്ക് അവകാശമായി ദൈവം അവർക്ക് സമ്മാനമായി നൽകും. കാരണം ഭൂമി ആരുടെയാണ്? ദൈവത്തിൻ്റെ. ഇതുപോലെ തന്നെയാണ് രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത്. അതും ദൈവത്തിൻ്റേതാണ്. അത് നമ്മൾക്ക് ദൈവം
സമ്മാനമായി നൽകുന്നു, ദാനമായി നൽകുന്നു. എപ്പോൾ നാം നമ്മുടെ കർത്തവ്യം വിനിയോഗിച്ച് കഴിയുമ്പോൾ. പട്ടണത്തെ അവർ കീഴടക്കേണ്ടിയിരുന്നു. കീഴടക്കിയാൽ മാത്രമേ ആ ദേശം അവരുടേതായി മാറുകയുള്ളൂ, അല്ലേ അവർക്ക് നടക്കില്ല. അതേപോലെ രക്ഷയെന്ന് പറയുന്ന ദാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കണം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ജൂബിലി വർഷം. എന്താണ് ജൂബിലി വർഷം? യോശുവയുടെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയും 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെ പ്രധാനമായിട്ടും നാം എടുക്കുന്നത്. ദൈവം ഇസ്രായേലിന് ഭൂമി നൽകി. അത് ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി. അങ്ങനെ അവസാനം ദൈവം ഈ പട്ടണമൊക്കെ അവർ പിടിച്ചടക്കി. അവർക്ക് ദൈവം ഈ ഭൂമിയെ, ദൈവത്തിൻ്റെ ഭൂമിയെ അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വീതിച്ചു കൊടുക്കുന്നതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു യോശുവ. യോശുവയിലൂടെയാണ് ദൈവം ഈ വാഗ്ദത്ത ദേശം അവർക്കായി നൽകുന്നത് എന്ന് നാം പഠിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ കുലം കുലമായും അല്ലെ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ഈ വസ്തു വീതിച്ചു കൊടുക്കും? ഒരു ഗോത്രത്തിന് മാത്രമായിട്ടും കൊടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലെ ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അതാ ഇതെല്ലാം നിൻ്റെ ദേശമാണ്, നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ നോക്കുക, അതിനൊരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ദൈവം ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ അനേകം ഉണ്ടാകും, കയ്യൂക്കുള്ളവരുണ്ടാകും. അവരുടെ ഇഷ്ടാനുസരണം ചിലപ്പോൾ ഭൂമി കൈയടക്കിയെന്ന് വരാം. അല്ലെങ്കിൽ ബലഹീനനെ ബലവാൻ കീഴടക്കിയെന്ന് വരാം. അപ്പം അതൊന്നും പാടില്ല. എല്ലാവർക്കും തുല്യമായി, അത് കുടുംബം മുതൽ മുകളിലേക്ക് തുല്യമായി ദൈവം വസ്തുവിനെ വീതിച്ചു കൊടുക്കുന്നതായി നാം കാണും. ഈജിപ്തിൽ അവരടിമകളായി, നാം നേരത്തെ പഠിച്ചു. അപ്പോൾ ഈജിപ്തിൽ അടിമകളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് പൗരത്വമില്ലായിരുന്നു. പൗരത്വം. അപ്പോൾ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി ഭൂമി അവകാശമായി ഉണ്ടായിരിക്കണമായിരുന്നു. അങ്ങനെ ഇല്ലാത്ത ഒരു ജനതയായിരുന്നു. ഇഫ് ദർ ഈസ് നോ ലാൻഡ്, നോ സിറ്റിസൺഷിപ്പ്. അപ്പം നമ്മൾ പ്രത്യേകം ഓർത്തോണം, ഇപ്പോൾ SIRൻ്റെ കാലഘട്ടമാണ്. ആരുടെയും പൗരത്വം നഷ്ടപ്പെടാതെ നമ്മൾ നോക്കിക്കൊള്ളണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് ആൾക്കാരുമൊക്കെ നമ്മുടെ പുതിയ സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ പൗരത്വം നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. അതിനുള്ള രേഖകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പൗരത്വം നഷ്ടപ്പെടും എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം അവർക്കെല്ലാവർക്കും സ്ഥലം വീതിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അവരുടെ സ്ഥലം അവർക്ക് സ്വന്തമാണ്. അതാർക്കും വിട്ടുകൊടുക്കുവാനുള്ളതല്ല, അത് വിൽക്കുവാൻ പാടില്ല. അതായിരുന്നു, വേണമെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം? പാട്ടത്തിന് കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു നാം അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നാം വീണ്ടും പഠിക്കുമ്പോൾ അവിടെ ജൂബിലി വർഷത്തെക്കുറിച്ച് കാണും. ജൂബിലി വർഷം. ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് 7ാമത്തെ വർഷമാണ്. 1 മുതൽ 7 വരെ. അതിൽ 7ാമത്തെ വർഷത്തിന് എന്താണ് പറയുന്നത്? ജൂബിലി വർഷം എന്നാണ് പറയുന്നത്. 7ാമത്തെ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് ജനങ്ങൾ അവരുടെ ലാൻഡ്, അവരുടെ ഭൂമി തരിശായിട്ടിടണം. കൃഷി ചെയ്യാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് പിന്നെ ജീവിക്കുന്നത്? അതുവരെ കൃഷി ചെയ്തതിൻ്റേതായ ബാലൻസ്, അല്ലെങ്കിൽ ഇവിടെ താനേ കിളിച്ചു വരുന്നതായ സസ്യങ്ങൾ, അതിൽ നിന്നുള്ള റിട്ടേൺസ്, അത് ഫലം അവർക്ക് ഉപയോഗിക്കാം.
അവർ അതിലൂടെ കഴിഞ്ഞു പോകണം. ഇത് ദൈവീക പദ്ധതി എന്ന് പറയുമ്പോൾ അതിനൊരു ഭൗതിക തലം കൂടെയുണ്ട്. എന്താണ്? ഒരു ഭൂമി നമ്മൾ തുടരെ കൃഷി ചെയ്താൽ അതിൻ്റെ ഫലം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇക്കണോമിക്സ് ലൈനിൽ നമ്മൾ പറയുന്നത് ദ ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി. ദ ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി. നോക്കുക, ദൈവം ഈ നിയമം, ദ ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി, എത്രയോ കാലങ്ങൾക്ക് മുൻപേ അപ്ലൈ ചെയ്തു എന്ന് നോക്കുക. പിന്നീട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഈ ദേശം നിങ്ങൾ ഒരു വർഷം തരിച്ചിടുക, കാരണം അതിൻ്റെ ഫലഭൂയിഷ്ഠത കൂടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ജൂബിലി വർഷം, അങ്ങനെ 7 ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെ, അടുത്ത 1 മുതൽ 7 വരെ, അടുത്ത 1 മുതൽ 7 വരെ, അങ്ങനെ 7 49 വർഷം കഴിയുമ്പോൾ ഒരു മഹാജൂബിലി വർഷം, 50-ാം വർഷം എന്ന് പറയുന്നത് ഒരു മഹാജൂബിലി വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് അവർ ആഘോഷിക്കണം. എന്നാണ്? 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം മുഴക്കണം. അതെന്തിനെയാണ് കാണിക്കുന്നത്? അത് ശുദ്ധീകരണ ദിവസമായിട്ടാണ്. ശുദ്ധീകരണം നടക്കുന്നതായ ദിവസം. അത് അവരുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അവർ ശുദ്ധീകരണം അന്ന് നടത്തുകയാണ്. ഇതുവരെയുള്ള അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവർ മോചനം നേടുന്നതായ ഒരു വർഷമാണ്. മാത്രമല്ല ആരെങ്കിലും തൻ്റെ സ്ഥലം അത് മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുകയും അത് തിരികെ കിട്ടാതെ വരികയും ചെയ്താൽ ഈ മഹാജൂബിലി വർഷത്തിൽ ആ സ്ഥലം സ്വാഭാവികമായും അതിൻ്റെ ഉടമസ്ഥന് തിരികെ എത്തും. അപ്പോൾ നോക്കുക, അടിമത്തത്തിൽ നിന്നുമുള്ള ഒരു മോചനം കൂടിയാണ് ഈ മഹാജൂബിലി വർഷം കാണിക്കുന്നത്. എല്ലാവരും തുല്യരാകുന്നതായ ഒരു സന്ദർഭം, തുല്യനീതി, എല്ലാവർക്കും തുല്യനീതി. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും തുല്യനീതിയാണ് നൽകിയിരിക്കുന്നത്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഇല്ല. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യമാണ്. ഈ തുല്യത തന്നെയാണ് ദൈവം അന്ന് അവർക്ക് വേണ്ടി നൽകിയത് എന്നാണ് നാം ഇത് പഠിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം, ദ എയിം ഓഫ് ഗോസ്പൽ ഈസ് ഇക്വാളിറ്റി. മനസ്സിലാക്കിക്കൊള്ളുക, സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തുല്യത കൂടിയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് പോകാം. അത് ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടു, ലാൻഡ് റീസ്റ്റോർഡ്. ഇവിടെ ഇരമ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയില്ല. നോക്കുക, ദൈവം പറയുന്ന ഒരു വലിയ കാര്യം നോക്കി. ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ, അവർ ദൈവത്തെ വിട്ട് എപ്പോഴും അകലുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ അവർ പ്രവാസത്തിലേക്ക് പോകുന്നു. 1 അല്ല 2 അല്ല, പല പ്രാവശ്യം അവർ പ്രവാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് അവരുടെ ഭൂമി പോലും നഷ്ടപ്പെടുന്നത്. റോമൻ എംപയറിൻ്റെ കാലഘട്ടമായാലും ശരി, ഗ്രീക്ക് എംപയറിൻ്റെ കാലഘട്ടമായാലും ശരി, ഈ കാലഘട്ടത്തിലെല്ലാം അവർ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, അത് പിന്നീട് മറ്റുള്ളവർ കൈയടക്കുന്നു. ഇങ്ങനെ ജീവിച്ചതായ ഒരു ജനതയെ ദൈവം പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ദൃഷ്ടി അവരുടെ മുകളിലാകും. ഞാൻ അവരെ എപ്പോഴും കാണുന്നു, ദർശിക്കുന്നു എന്നാണ് ദൈവം. നോക്കുക, നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിൽ ദൈവത്തെ വിട്ട് അകലുന്നവരുണ്ട്, ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നവരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്, പാപം പ്രവർത്തിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകാതിരിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, നീ അങ്ങനെ അകന്നു പോയാലും
നീ പള്ളിയിൽ പോകാതെ ഇരുന്നാലും, നീ പാപം ചെയ്തുകൊണ്ടിരുന്നാലും എൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ നിന്നെ പണിയും, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, പൊളിച്ചു കളയുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് വീണ്ടും ദൈവം പറയുന്നത് എന്താണ്? നീ കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിൻ്റെ കണ്ണ് അടക്കിക്കൊണ്ട് നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ദൈവം പറയുകയാണ്, എന്നോടും നിങ്ങളോടും ഒക്കെ പറയുകയാണ്, നമ്മുടെ പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം നൽകും. ശത്രുദേശത്തു നിന്നും മടങ്ങി വരും. ദൈവത്തിന് ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായി. അല്ലെങ്കിൽ ദൈവം എപ്പോഴും അതാണ് ചിന്തിച്ച്, എങ്ങനെ എൻ്റെ ജനതയെ, എൻ്റെ മക്കളെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ദൈവം ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ വിട്ട് അകലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ചിന്തപരം. അങ്ങനെ പോകുമ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടികൾ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ഈ ആധുനിക അഡ്വൻറ്റിസ്റ്റ് സമൂഹം, നമുക്കെന്താണ് ഈ വാഗ്ദത്ത നാട്? നമുക്ക് നമ്മുടേതായ സ്ഥലമുണ്ട്, നമ്മുടേതായ വീടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ വാഗ്ദത്ത നാട് എന്നുള്ളത്? നമുക്കും ദൈവം ഒരു വാഗ്ദത്ത നാട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഹിയർ, ഇവിടെയല്ല. ഇവിടെ ദൈവം നമുക്ക് വസിക്കുവാൻ ഭൂമിയെ നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ പൗരത്വം ദൈവം നൽകും. ഇറ്റ് ഈസ് എ സിറ്റിസൺഷിപ്പ് ഓഫ് ന്യൂ ജെറുസലേം. അപ്പോൾ ആ പുതിയ യെരുശലേമിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പൗരത്വം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടുത്തെ SIR അല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഈ പൗരത്വം ലഭിക്കുമോ എന്നാണ് നാം ചിന്തിക്കുന്നത്. അതെപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? ആഫ്റ്റർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു രണ്ടാമതും വന്ന് തൻ്റെ മക്കളെ ചേർത്തുകൊണ്ടു പോവുകയും അങ്ങനെ 1000 ആണ്ട് വാസത്തിന് ശേഷം പുതിയ യെരുശലേമുമായി, പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായ ആ സന്ദർഭത്തിൽ അവിടെ നമുക്ക് പൗരത്വമുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അവിടെ ഉണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പാഠത്തെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി അറിയിക്കുക. യു വിൽ ബി റിവാർഡഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ തിരുവചനങ്ങളെ കൂടുതൽ പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയതായ ഈ വേദ പാഠങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യണമേ. അവിടുത്തെ രാജ്യത്ത് ഞങ്ങൾ എല്ലാവരും പൗരത്വമുള്ളവരായി തീരുവാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.